ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മോളിവുഡിലേക്ക് ഏവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുൻപായി ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫെബ്രുവരിയിൽ ആരംഭിക്കുവാനിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ ആരൊക്കെയാവും പങ്കെടുക്കുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോഗോയും ഫസ്റ്റ് പ്രൊമോയും സംഘാടകർ പുറത്തുവിട്ട ശേഷം നേരത്തെ തന്നെ ഇത്തരം പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായി പലരും എത്തിയിരുന്നു. എന്തായാലും ആഡിഷൻ്റെ പ്രഥമഘട്ടം പൂർത്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അവസാന ലിസ്റ്റ് ഷോയ്ക്ക് വേണ്ടി എത്തുന്നതിന് 2-3 ദിവസം മുൻപ് മാത്രമാണ് കണ്ടസ്റ്റൻസിനെ പോലും അറിയിക്കാറ്. അതുകൊണ്ട് തന്നെ സാധ്യതാ ലിസ്റ്റുകൾ മാത്രമേ പറയാനാകൂ. കൺഫേംഡ് ലിസ്റ്റ് ആകണമെങ്കിൽ ഗ്രാൻഡ് ലോഞ്ചിങ്ങിൽ കണ്ടസ്റ്റൻസ് വീട്ടിൽ ഉള്ളിൽ കയറണം, എന്നാൽ മാത്രമേ അത് ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. സാധ്യതാ ലിസ്റ്റുകളിൽ പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ചാനലിൽ തന്നെ ലക്ഷ്മി നക്ഷത്രയുടെ പേര് മുൻപൊരു വീഡിയോയിൽ സാധ്യതയായി പറഞ്ഞിരുന്നു. ഷോ സ്റ്റാർ മാജിക്കിൽ അവതാരികയായിരുന്ന ലക്ഷ്മി നക്ഷത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിയുന്നു. കോമണറായി എത്തുന്ന കണ്ടസ്റ്റൻസിൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് കൂടവിടെ എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്ന അൻഷിതയുടെ പേരാണ്. പക്ഷേ അൻഷിത തമിഴിൽ ചെല്ലമ്മ എന്ന സീരിയൽ നിലവിൽ അഭിനയിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ശരിയാവും എന്നതിനെക്കുറിച്ച് പറയാനാവില്ല. പിന്നെ കേൾക്കുന്നത് ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ ജാഫറിൻ്റെ പേരാണ്. കഴിഞ്ഞ വർഷത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും ജാസ്മിൻ ജാഫർ ഇടം നേടിയിരുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും റിയയുടെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാൾ ഉണ്ടാവും എന്നത് ഉറപ്പാണ്. അതിൽ പല പേരുകളും കേൾക്കുന്നുണ്ട്. അതിലൊരു പേരാണ് റിയ. സീരിയൽ താരമായ ബീന ആൻ്റണിയാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു താരം. ബീന ആൻ്റണിയുടെ പേരും കഴിഞ്ഞ വർഷവും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ ബീന ആൻ്റണി കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസ് സീസൺ 5-ൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ വർഷം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. യൂട്യൂബ് ചാനലിലും ബീന ആൻ്റണി സജീവമാണ്. നിലവിൽ 1-2 സീരിയലുകളും ചെയ്തു വരുന്നുണ്ട്. എന്നാലും ബീന ആൻ്റണി വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഫെബ്രുവരി 25-നാണ് ഷോ ആരംഭിക്കുന്നത് എന്നറിയുന്നു. എങ്കിലും ഡേറ്റിനും ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരുകളൊക്കെ തന്നെ പ്രഡിക്ഷൻസ് മാത്രമാണ് എന്ന് വീണ്ടും അറിയിക്കട്ടെ. ഇതൊന്നും ഔദ്യോഗിക അറിയിപ്പുകളോ കൺഫേംഡ് ലിസ്റ്റോ അല്ല. എങ്കിലും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്ന ഏതാണ്ടൊക്കെ ആൾക്കാർ ഉറപ്പായും ഷോയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അനുഭവങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ നമുക്ക് പരിചിതമല്ലാത്ത പുതിയ മുഖങ്ങളും കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാകും. ഷോയുടെ ഉദ്ഘാടന എപ്പിസോഡിലല്ലാതെ നമുക്കാരെയും 100% ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം അണിയറ പ്രവർത്തകർക്ക് എപ്പോൾ വേണമെങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച ആൾക്കാരെ വേണ്ടെന്ന് വയ്ക്കാനും കഴിയും. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന മുൻനിര ആൾക്കാരൊക്കെ ഇത്തവണ കണ്ടസ്റ്റൻസായി ഉണ്ടാവും എന്നറിയുന്നു. കാത്തിരുന്ന് കാണാം. കൂടുതൽ വ്യക്തതയോടെ കൂടുതൽ കാര്യങ്ങൾ ഇനി വരുന്ന നാളുകളിൽ ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് വിട പറയുന്നു. ഇനി വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനലിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.